നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന പല സാധനങ്ങളും പിന്നീട് നമുക്ക് ആവശ്യമായി വരും. അങ്ങനെ ഒരു കാര്യമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. പഴം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തൊലി വലിച്ചെറിയുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും പഴത്തൊലി ഇങ്ങനെ വലിച്ചെറിയില്ല. കൊതുക് ശല്യം കുറയ്ക്കുന്നതിനും ശരീരത്തിലെ ചർമ്മ സംരക്ഷണത്തിനുമെല്ലാം ഈ പഴത്തൊലി ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിശയം തോന്നും. എന്നാൽ അതിശയിക്കണ്ട, സംഭവം സത്യമാണ്. ചർമ്മം സംരക്ഷിക്കാൻ ഏറെ പണം മുടക്കിയാണ് വിവിധ കമ്പനികളുടെ ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത്. പണം മുടക്കി നിങ്ങൾ വാങ്ങുന്ന ക്രീമുകൾക്ക് പകരക്കാരനായി പഴത്തൊലിയെ ഉപയോഗിക്കാമെന്നാണ് ഇപ്പോൾ ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. വാഴപ്പഴത്തിൻ്റെ തൊലിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ കൊതുക് കടിയേറ്റ ഭാഗത്ത് പഴത്തൊലിയുടെ ഉൾഭാഗം നേരിട്ട് ഉരസുന്നതും വളരെ നല്ലതാണ്. കൊതുകിൻ്റെ ഉമിനീരിലെ പ്രോട്ടീനുകളെ നശിപ്പിക്കാൻ ഇതിലെ പ്രകൃതിദത്ത എൻസൈമുകൾക്ക് സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ചൊറിച്ചിലും ചുവന്ന തടുപ്പും പെട്ടെന്ന് മാറ്റുന്നു. പഴത്തൊലി നന്നായി ഉടച്ച് അതിലൽപ്പം ഗ്ലിസറിനോ റോസ് വാട്ടറോ ചേർത്ത് ചുവന്ന തടുപ്പിൽ പുരട്ടുക. ചർമ്മത്തിന് മാത്രമല്ല, പല്ലിൻ്റെ തിളക്കത്തിനും പഴത്തൊലി വളരെ നല്ലതാണെന്ന് വിദഗ്ധർ പറയുന്നു. പഴത്തൊലിയിലെ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ പല്ലിലെ മഞ്ഞക്കറ നീക്കാൻ സഹായിക്കുന്നു. ദിവസവും പഴത്തൊലിയുടെ ഉൾഭാഗം പല്ലിൽ ഉരസുക. ഏകദേശം 3 മിനിറ്റോളം അങ്ങനെ ചെയ്യണം. ഇത് പല്ലിന് വെളുത്ത നിറം നൽകാൻ സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങളും പഴത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മൂക്കുരു കുറയ്ക്കുവാനും വീക്കം മാറ്റാനും സഹായിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോഴെങ്ങനെ? പഴത്തൊലി സൂക്ഷിക്കുകയല്ലേ. വലിച്ചെറിഞ്ഞ് അതിൽ ചവിട്ടി തെന്നി വീഴുന്നതൊക്കെ മറക്കാം, അല്ലേ?